പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 28 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ യുവജനോത്സവ മത്സരങ്ങൾക്ക് ദാർസൈത്തിലെ ICS ഹാളിൽ തുടക്കം കുറിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും മുതിർന്നവരുമായ 800-ലധികം കലാകാരന്മാർ വിവിധ മത്സര ഇനങ്ങളിലായി പങ്കെടുത്തു. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ അനുശോചനവും സഹതാപവും രേഖപ്പെടുത്തി ഒമാൻ. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഒമാൻ ദുഃഖം രേഖപ്പെടുത്തുകയും ഇരകളുടെ കുടുംബങ്ങൾക്കും സർക്കാരിനും ഇറാനിലെ ജനങ്ങൾക്കും ആത്മാർത്ഥ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരുക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ബന്ദർ അബ്ബാസിനടുത്തുള്ള ഷഹീദ് രാജിയിൽ നടന്ന സ്ഫോടനത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 750 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒമാനിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷയ്ക്കൊരുങ്ങി വിദ്യാർത്ഥികൾ. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലാണ് ഒമാനിലെ പരീക്ഷാ കേന്ദ്രം. മെയ് 4 ഞായറാഴ്ച നടക്കുന്ന പരീക്ഷയുടെ ഫലം ജൂൺ 14 പുറത്തുവിടും. ഒമാനിൽ നിന്ന് 350ഓളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതും. വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പരീക്ഷാ സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം വിവരം ലഭിച്ചിട്ടുണ്ട്. പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് പരീക്ഷ നടക്കുന്നത്. പാസ്പോർട്ട്, പാൻ കാർഡ്, ലൈസൻസ്, ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മറ്റേതെങ്കിലും ഔദ്യോഗിക രേഖകളുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ്. മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ സെന്ററിന്റെ അകത്തേക്ക് അനുവദിക്കുന്നതല്ല. ഇത്തവണ ആദ്യഘട്ടത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഒമാൻ ഉൾപ്പെട്ടത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമായി. കഴിഞ്ഞ 3 വർഷങ്ങളിലും ഒമാനിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്നു. ഒമാനിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും ഉന്നത റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. പലരും മികച്ച റാങ്ക് നേടി പട്ടികയിൽ ഇടം നേടുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുകയും ചെയ്തിരുന്നു. ദോഫാർ ഗവർണറേറ്റിലെ ഷലീം വിലായത്തിലും ഹല്ലാനിയത്ത് ദ്വീപുകളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പ്രാദേശിക സമയം 2:32 റിക്ടർ സ്കെയിൽ 5.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സലാല നഗരത്തിന് ഏകദേശം 155 കിലോമീറ്റർ വടക്കുകിഴക്കായി 4 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഒമാനിലെത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽബറക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച ചെയ്തു. മേഖലയിലും ലോകത്തിലും സമാധാനം, സുരക്ഷ, സുസ്ഥിരത എന്നിവയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും UK അണ്ടർ സെക്രട്ടറി ഒളീവർ റോബിൻസും സന്നിഹിതരായിരുന്നു. കാശ്മീരിൽ ഭീകരാക്രമണം ലോകത്തെ, വിശേഷിച്ച് മധ്യപൗരസ്ത്യ ദേശത്തെ നടുക്കിയിട്ടുണ്ട്. പിശാചുക്കളുടെ ഭീകരസംഘം ഈ ദേശത്തെയും ഒരിക്കൽ ചവിട്ടിമെതിച്ചിരുന്നു. ഇറാഖിലും സിറിയയിലും ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. അധികാരത്തിന് വേണ്ടി ഭീകരർ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. കാശ്മീരിൽ പക്ഷേ പാക് ഭരണകൂടം തന്നെ ഭീകരരെ സൃഷ്ടിക്കുകയാണ്. തീവ്ര ദേശീയത കുത്തിവെച്ചാണ് തോക്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട കുറച്ചാളുകൾ കാശ്മീരിൽ അതിർത്തി കടന്നെത്തി 26 നിരപരാധികളെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഏതാനും വർഷം മുമ്പ് ദാഇഷ് ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. സ്വാഭാവികമായും ഗൾഫ് ഭരണകൂടങ്ങൾ അവരെ അടിച്ചമർത്തി. പിഞ്ചുബാല്യങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് മദ്രസ വിദ്യാരംഭം. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ICF-ന്റെയും ഒമാൻ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെയും നേതൃത്വത്തിൽ ഒമാന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ മദ്രസകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു.
ആദ്യ ദിനത്തിൽ രക്ഷിതാക്കളുടെ കൈപിടിച്ചെത്തിയ പിഞ്ചുകുഞ്ഞുങ്ങളെ വർണ്ണപ്പകിട്ടോടെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രാദേശിക ACF കമ്മിറ്റികളും മദ്രസ മാനേജ്മെന്റും ചേർന്ന് സ്വീകരിച്ചു. വിപുലമായ ഒരുക്കങ്ങളാണ് പ്രവേശനോത്സവത്തിന് മദ്രസകളിൽ ഒരുക്കിയിരിക്കുന്നത്. മൊസന്തം ഗവർണറേറ്റിൽ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 13 വിദേശികളെ അറസ്റ്റ് ചെയ്തു. രേഖകളില്ലാത്ത ഒമാനിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 9 അഫ്ഗാൻ പൗരന്മാരെയാണ് പിടികൂടിയത്. മൊസന്തം പോലീസ് കമാൻഡാണ് തിരച്ചിൽ നടത്തിയത്. അറസ്റ്റിലായവർക്കെതിരെ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരും കസബിൽ കടൽ വഴി നുഴഞ്ഞു കയറുന്നതിനിടെ കോസ്റ്റ് ഗാർഡ് വിഭാഗം പിടിയിലായിരുന്നു. ഒമാൻ ചെയർമാൻ 11-നെതിരെയുള്ള അവസാന ഏകദിന മത്സരത്തിൽ കേരളത്തിന് തോൽവി. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ 5 വിക്കറ്റിനാണ് ഒമാന്റെ ജയം. ഇതോടെ 4 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇരു ടീമുകളും 2 വീതം ജയിച്ച് സമനിലയിൽ കലാശിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഉയർത്തിയ 234 റൺസ് വിജയലക്ഷ്യം മുഹമ്മദ് നദീമിന്റെയും മുജീബ് ഉർ അലിയുടെയും മിന്നും പ്രകടനത്തിലൂടെ 44 ഓവറിൽ ഒമാൻ അനായാസം ജയിച്ചു കയറുകയായിരുന്നു. 96 പന്തിൽ 76 റൺസെടുത്ത ഷോൺ റോജർ മാത്രമാണ് കേരള നിരയിൽ ഫോം കണ്ടെത്തിയത്. അഭിഷേക് നായർ 32ഉം രോഹൻ കുന്നുമ്മൽ 28 റൺസുമായി മടങ്ങിയതോടെ സന്ദർശകരുടെ സ്കോർ 47.3 ഓവറിൽ 233 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. 10 മുതൽ 14 ഓവർ വരെ 7 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട 4 വിക്കറ്റുകളാണ് നിലം പൊത്തിയത്. 4 വിക്കറ്റെടുത്ത ഷക്കീർ അഹമ്മദ്, 2 വീതം വിക്കറ്റ് സ്വന്തമാക്കിയ മുഹമ്മദ് നദീം, ആദിർ കലീം എന്നിവരുടെ ബൗളിംഗ് പ്രകടനം കേരളത്തെ കുറഞ്ഞ സ്കോറിൽ ഒതുക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളെ കാണാം. നന്ദി, നമസ്കാരം.